ഒരിക്കലൊരിടത്ത് പച്ചപ്പും പുഴകളും നിറഞ്ഞ മനോഹരമായ ഒരു കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ ഗജരാജൻ എന്നു പേരുള്ള വലിയൊരു ആനയും ഉണ്ടായിരുന്നു. ഗജരാജൻ വളരെ വലിപ്പമുള്ളവനും ശക്തിയുള്ളവനുമായിരുന്നു. പക്ഷേ അവന് വലിയൊരു ദോഷമുണ്ടായിരുന്നു. എന്താണെന്നോ, അവൻ വലിയൊരു അഹങ്കാരിയായിരുന്നു. അവൻ എവിടെ പോയാലും പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു: ഈ കാട്ടിൽ എന്നേക്കാൾ ശക്തൻ ആരുമില്ല. കാട്ടിലെ മുയലിനും മാനിനും കുരങ്ങനും എല്ലാവർക്കും അവന് വലിയ ഭയമായിരുന്നു. ആർക്കും അവനോട് സംസാരിക്കാൻ പോലും ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ പോകവേ ഒരു ദിവസം ഗജരാജൻ വലിയൊരു മരത്തിൻ്റെ അടിയിൽ വിശ്രമിക്കുകയായിരുന്നു. ഒരു കുഞ്ഞനുറുമ്പ് അതേ സമയം അവൻ്റെ കാലിൽ കൂടി നടന്നു. ഉറുമ്പിനെ കണ്ടതും അവനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് ഗജരാജൻ പറഞ്ഞു: ഇതേതാ ഈ ചെറിയ ജീവി? നീ എന്നോട് വഴി ചോദിക്കാൻ വന്നതാണോ? ഇത് കേട്ട ഉറുമ്പ് ശാന്തമായി മറുപടി പറഞ്ഞു: ഗജരാജ, വലിപ്പം മാത്രമല്ല, എല്ലാം ബുദ്ധിയും ധൈര്യവും ഒക്കെ വേണം. ചെറിയവനെയും വലിയവനാക്കാൻ അവയ്ക്ക് കഴിഞ്ഞേക്കും. ഇത് കേട്ട ഗജരാജൻ പൊട്ടിച്ചിരിച്ചു. നീയാണോ എന്നെ പഠിപ്പിക്കുന്നത്? ഒരു കാറ്റടിച്ചാൽ പറന്നു പോകാനേ ഉള്ളൂ നീ. ദേഷ്യം വന്നെങ്കിലും ഒന്നും പറയാതെ കുഞ്ഞനുറുമ്പ് പിന്മാറി. അടുത്ത ദിവസം ഗജരാജൻ നദിയിലേക്ക് വെള്ളം കുടിക്കാൻ പോയപ്പോഴുണ്ടല്ലോ, ഒരു വലിയ കുഴിയിലേക്ക് അറിയാതെ കാല് തട്ടി വീണു. അയ്യോ, ആരെങ്കിലും സഹായിക്കൂ! ഗജരാജൻ ഉച്ചത്തിൽ അലറി വിളിച്ചു. പക്ഷേ കുഴി വളരെ ആഴമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു മൃഗങ്ങൾക്കൊന്നും അവനെ സഹായിക്കാനുമായിരുന്നില്ല. ഭയന്നു വിറച്ച ഗജരാജൻ സ്വയം പറഞ്ഞു: ഇത്ര വലിപ്പവും ശക്തിയുമൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും എനിക്ക് ഉപകാരപ്പെടുന്നില്ലല്ലോ. അപ്പോൾ അതാ അവിടെ നിന്നും ഒരു ചെറിയ ശബ്ദം: ഗജരാജ, ഭയപ്പെടേണ്ട. അതെ, അത് നമ്മുടെ കുഞ്ഞനുറുമ്പായിരുന്നു. ഗജരാജൻ അതിശയത്തോടെ ചോദിച്ചു: നീയോ? നീ എങ്ങനെ എന്നെ രക്ഷിക്കും? ഉറുമ്പ് പറഞ്ഞു: നീ എന്നെ ചെറുതാക്കി കണ്ടതല്ലേ, എന്നാലും ഇന്ന് എൻ്റെ ബുദ്ധിയൊന്ന് പരീക്ഷിക്കാം. എന്നിട്ട് ഉറുമ്പ് കാട്ടിലേക്ക് ഓടി. കാട്ടിലെ മറ്റെല്ലാ ഉറുമ്പുകളെയും വിളിച്ചു. 100 കണക്കിന് ഉറുമ്പുകൾ ഓടി വന്നു. അവരെല്ലാവരും കൂടി ചേർന്ന് കാട്ടിൽ നിന്നുള്ള കമ്പുകളും പുല്ലുമൊക്കെ ചേർത്ത് കുഴിയിലേക്ക് ഒരു പടി പോലെ ഉണ്ടാക്കി. സമയമെടുത്തെങ്കിലും കൂട്ടായ്മയും ബുദ്ധിയും കൊണ്ട് ഗജരാജൻ ഒടുവിൽ കുഴിയിൽ നിന്ന് കയറി വന്നു. മുകളിലെത്തിയ ഗജരാജൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തല കുനിച്ചുകൊണ്ട് അവൻ പറഞ്ഞു: കുഞ്ഞനുറുമ്പേ, എന്നോട് ക്ഷമിക്കണം. നിന്റെ വലുപ്പം നോക്കി നിന്നെ ഞാൻ അപമാനിച്ചു. ഇന്ന് ഞാനൊരു പാഠം പഠിച്ചു. എന്താണെന്നോ, വലുപ്പമല്ല, നല്ല മനസ്സും ഒത്തൊരുമയുമാണ് പ്രാധാന്യം. ചിരിച്ചുകൊണ്ട് ഉറുമ്പ് പറഞ്ഞു: അതു മതി ഗജരാജ, അഹങ്കാരം വിട്ടാൽ എല്ലാം ശരിയാകും. അന്നു മുതൽ ഗജരാജൻ യാതൊരുവിധ അഹങ്കാരവും കാണിച്ചിരുന്നില്ല. കാട്ടിലെ മറ്റെല്ലാ മൃഗങ്ങളോടുമൊപ്പം അവനും അവരോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു. അതുപോലെ എല്ലാവരെയും ഒരുപോലെ അവൻ ബഹുമാനിക്കുകയും ചെയ്തു.